നമസ്കാരം. ഒരു കാൽ നൂറ്റാണ്ട് മുമ്പ് തിരുവനന്തപുരത്തുള്ളൊരു സന്യാസി വര്യൻ, പേര് സത്യാനന്ദ സരസ്വതി സ്വാമികൾ, സംപൂജ്യ സ്വാമികൾ, അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾ ഗതി കെട്ടാൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നീ എവിടെ പോകുമിടേ? ഇതായിരുന്നു ആ ചോദ്യം. ആ ചോദ്യത്തിൻ്റെ അർത്ഥസമ്പൂർണത പതുക്കെ പതുക്കെ വെളിപാടാകുകയാണ്. അമേരിക്കയിലാകട്ടെ, കാനഡയിലാകട്ടെ, ഇംഗ്ലണ്ടിലാകട്ടെ, യൂറോപ്പിലാകട്ടെ ഇന്ത്യക്കാർ അനുഭവിക്കുന്നത് വലിയ അരക്ഷിതാവസ്ഥയാണ്. ഇന്നലെ മലയാളി നേഴ്സുമാർക്കെതിരെ ഇംഗ്ലണ്ടിൽ, UK-യിൽ വലുതായിട്ടുള്ളൊരു ആക്രമണം നടന്നു. കത്തിയുമായിട്ടെത്തിയ സ്ത്രീകളാണ് ആക്രമിച്ചത്. ആ ഇരിക്കുന്നവർ ഇന്ത്യക്കാരാണ്, അവർക്കിവിടെ എന്ത് കാര്യം എന്ന് ചോദിച്ചുകൊണ്ടാണ് അവരെ കൊല്ലാൻ അവരിലേക്ക് പാഞ്ഞെടുത്തത്. ഇത് തന്നെയാണ് ഇംഗ്ലണ്ടിലെ ഇതേ സ്ഥിതി തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിലും യൂറോപ്പിലും കാനഡയിലും എല്ലായിടത്തും നിലയായിട്ടുള്ളത്. ആ ചോദ്യം ഇപ്പോൾ കൂടുതൽ പ്രസക്തമാവുകയാണ്. എടാ ഹിന്ദുക്കളെ, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറയാൻ എടാ ജന്തുക്കളെ, ഇന്ത്യ വിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഗതികെട്ടാൽ നിങ്ങൾ എവിടേക്ക് പോകുമെടാ എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാവുകയാണ്. ഇപ്പം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കേട്ടുവരുന്ന വാർത്തകളാണ് അമേരിക്കയിൽ ഇന്ത്യക്കാർക്കുള്ള വിസ പ്രശ്നങ്ങൾ. അവിടെ കാലാകാലങ്ങളായിട്ട് അവിടെ ജോലി ചെയ്തു വന്നിരുന്ന ആളുകളെ തിരിച്ചു പറഞ്ഞയക്കുന്നു. കാലിൽ ചങ്ങലയിട്ടുകൊണ്ട് പറഞ്ഞയക്കുന്നു. കാലിലും കയ്യിലും ചങ്ങലയിട്ടുകൊണ്ട് പോത്തുകളെ, മൃഗങ്ങളെ കയറ്റി അയക്കുന്ന പോലെ അയക്കുന്നു. അത് തുടരുന്നു. അവന് വിസ കിട്ടണമെങ്കിൽ കോടികളുടെ മേലെ കോടികൾ അവിടെ കെട്ടിവെക്കണം എന്ന അവസ്ഥ. ദാറ്റ് മീൻസ് നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതാണ്. കാനഡയിൽ ഇന്ത്യൻ ക്ഷേത്രങ്ങൾ, ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ അതും നിരന്തരം നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ്. ഇംഗ്ലണ്ടിലും അയർലൻഡിലും വീടിൻ്റെ മുമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇന്ത്യക്കാരാണെന്ന് തിരിച്ചറിഞ്ഞാൽ പുറത്തുള്ള കുട്ടികൾ അവരെ കല്ലെറിയുന്നു, വടിയെടുത്തെറിയുന്നു, പറ്റുമെങ്കിൽ അവരുടെ മുഖത്തടിക്കുന്നു. ഇതും നമ്മൾ കാണുന്നുണ്ട്. അവിടെ വാഹനം ഓടിക്കുന്ന, ടാക്സി ഓടിച്ചു പോകുന്ന ഇന്ത്യക്കാർ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ പ്രതികരിക്കാതെ, പ്രശ്നമുണ്ടാക്കിയത് അവരാണെങ്കിൽ പോലും അവരോട് സോറി പറയുന്നൊരവസ്ഥ. രണ്ടാന്തരം മൂന്നാന്തരം പൗരന്മാരായിട്ട് കഴിഞ്ഞുകൊള്ളേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഇന്ത്യക്കാർക്ക് വിദേശത്തുള്ളത്. അതിലൊരു അപവാദം വാസ്തവത്തിൽ അറേബ്യൻ കൺട്രീസ് മാത്രമാണ്. അറേബ്യൻ ദേശങ്ങളിൽ അവരുടെ സിറ്റിസൺസിന് കൊടുക്കുന്ന അതേ സ്റ്റാറ്റസ് അത് മറ്റുള്ള രാഷ്ട്രങ്ങളിലെ ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട്. തെറ്റിനെ തെറ്റായിട്ട് കാണുന്നു, ശരിയെ ശരിയായിട്ട് കാണുന്നു. അത് ഏത് രാജ്യക്കാരനാണെങ്കിലും. ഇംഗ്ലണ്ടിലെ UK-യിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടയെ മലയാളി നഴ്സുമാർക്ക് നേരെ വംശീയ ആക്രമണം നടന്നിരിക്കുകയാണ്. പുതിയ വാർത്ത. കേരളത്തിലെ പത്തനംതിട്ട, കൊല്ലം ആ ഭാഗത്തുള്ള 3 നേഴ്സുമാർ, അവർക്കെതിരെയാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ മാടപ്പള്ളിയിലുള്ള സോബി, അവരൊപ്പം പ്രവർത്തിക്കുന്ന പത്തനംതിട്ട, കൊല്ലം ജില്ലയിലെ പുനലൂർ സ്വദേശികളായിട്ടുള്ള സഹപ്രവർത്തകർ, അവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഈ ഞായറാഴ്ച 2 ദിവസം മുൻപ്
കഴിഞ്ഞ ഞായറാഴ്ച. അവിടുത്തെ സമയം രാവിലെ 7:30 ഈ ആക്രമണം നടന്നത്. അവർ താമസിച്ചിരുന്നത് ക്രോയ്ഡോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്ന് പുലർകാലത്ത് തന്നെ അവർ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് നഴ്സുമാർ, ആശുപത്രിയിലേക്ക്. അവർ കയറി അതേ ബസ്സിൽ അവിടുത്തുകാരായിട്ടുള്ള ഒരു സ്ത്രീ അവിടെ കയറിയിരുന്നു. അവരിവരെ ശ്രദ്ധിച്ചു. ഇവർ ഇന്ത്യക്കാരാണെന്ന് മനസ്സിലായി. അവര് ഏതോ മൃഗങ്ങളെ കണ്ട പോലെയാണ്. ഇന്ത്യക്കാര്, ദേ ആർ ഇന്ത്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കയ്യിൽ കരുതിയിരുന്ന കത്തിയുമായിട്ട് പാഞ്ഞെടുത്തത്. അതിന് പേരിൽ അവർക്ക് പരിക്കേറ്റു. നേഴ്സുമാരിൽ ഒരാൾക്ക് അവരുടെ വയറിൽ ചവിട്ടേറ്റു. അത് തടയാനെത്തിയ, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് പറഞ്ഞ് തടയാനെത്തിയ അവിടെയുള്ള ആൾക്കാർ അടക്കമുള്ള ആളുകൾക്കെതിരെയും അവർ കത്തിയുമായിട്ട് പാഞ്ഞെടുത്തു. ഏതായാലും ബസ്സിൽ നിയന്ത്രിക്കുന്ന ആളുകൾ, അവിടെ ഉള്ള ആളുകൾ, തദ്ദേശീയരായിട്ടുള്ള ആളുകൾ, അവര് ഈ സ്ത്രീയെ തടഞ്ഞതുകൊണ്ട്, സംയോജിതമായിട്ടുള്ള അവരുടെ പ്രവൃത്തി കാരണം കൊണ്ട് മരണവക്ത്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാനേ കഴിയൂ. അത്രയും വലിയ വെഞ്ചിയൻസ്, അത്രയും വലിയ പ്രതികാരം ഇന്ത്യക്കാരോട് അവര് വെച്ച് പുലർത്തുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്കാരെ അടിമകളാക്കി ജീവിച്ചവരാണ് ബ്രിട്ടീഷുകാർ. ഇന്നും അവര് ഇന്ത്യയുടെ ഉച്ഛിഷ്ടം, ഇന്ത്യയിൽ നിന്ന് കട്ടുകൊണ്ടുപോയ സ്വത്താണ് അവർ അനുഭവിക്കുന്നത്. സ്ഥാപനങ്ങളായിട്ടുള്ള സ്വത്തുകൾ ഇവിടുത്തെ പള്ളിക്കാർക്ക് കൊടുത്തു. ജംഗമങ്ങളായിട്ട് സ്വത്ത് മുഴുവൻ അവർ അടിച്ചു മാറ്റി. കോഹിനൂർ രത്നമടക്കം എല്ലാം. ഞാനൊരു കള്ളിപ്പെണ്ണാണെന്ന് പ്രഖ്യാപനം മുടക്കിക്കൊണ്ട്, ഞാനൊരു കള്ളിയാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അത് അവരുടെ കിരീടത്തിന്റെ മേലെ പതിച്ചു വെച്ചിരിക്കുകയാണ്. കോഹിനൂർ രത്നം കട്ടുകൊണ്ടുപോയതാ. ഇന്നിപ്പോ ഇംഗ്ലണ്ട് കൈക്കൂലിയുടെയും കള്ളപ്പണത്തിന്റെയും എല്ലാ വിധത്തിലുള്ള അപരങ്ങളായിട്ടുള്ള പ്രവൃത്തികളുടെയും കേദാരമായി തീർന്നിരിക്കുകയാണ്. സാമ്പത്തികമായിട്ട് അവർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അറബികളുടെ സ്വത്ത്, കണക്കറ്റ സ്വത്ത് അവർ ബാങ്കിലിടില്ല, പലിശ വാങ്ങിക്കില്ല. അത് കൊണ്ടുപോയി ബ്രിട്ടീഷ് ബാങ്കിലിടും, അവർ പലിശയ്ക്ക് കൊടുക്കും. ഇപ്പൊ അത് നിർത്തി. അറേബ്യൻ കൺട്രീസ് അവർ പുരോഗമനത്തിന്റെ പാതയിലാണ്. അവരുടെ സ്വത്ത് അവരായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെയും ഇംഗ്ലണ്ടുകാരുടെ കഞ്ഞുകൂടി മുട്ടിയിട്ടുണ്ട്, ഒരു പരിധിവരെ അമേരിക്കക്കാരുടെയും. ഏതായാലും പോലീസ് എത്തി, സമയത്തിന് തന്നെ പോലീസ് എത്തി. 3 പേരും ആശുപത്രിയിൽ എത്തിച്ചു. ഈ ആക്രമണം നടക്കുന്ന സമയത്ത് അവര് മൊബൈലിൽ നോക്കിയിരിക്കുകയായിരുന്നു. നാട്ടിലുള്ളവരുടെ ഭർത്താവ് ജോൺ പോൾ മാത്യു, സോബി എന്ന് പറയുന്ന സ്ത്രീ, അവരുടെ ഭർത്താവ് ജോൺ പോൾ മാത്യു അവരുടെ മക്കളുമായിട്ട് വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു. അത് കണ്ടപ്പോൾ എന്തോ ഗൂഢപ്രവൃത്തിയാണെന്ന് ധരിച്ചിട്ടാണ് അപ്പോൾ പെട്ടെന്ന് പ്രകോപിതയായത് കത്തിയുമായിട്ട് വന്ന സ്ത്രീ. ഈ ആക്രമണം കണ്ട് ആ കുട്ടികളും, നാട്ടിലുള്ള കുട്ടികളും അവരുടെ ഭർത്താവും വല്ലാത്ത രീതിയിലുള്ള ഒരു പാനിക് അവസ്ഥയിലെത്തി. ഏതായാലും വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം 3 പേരും അവരെ താമസ സ്ഥലത്തേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന് പരാതി കൊടുത്തു. അവർ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇവർ കഴിഞ്ഞ 3 വർഷം മുമ്പാണ് അവിടെ എത്തിയത്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതേ കാര്യം, ഇന്ത്യക്കാർക്ക് അവസാന ശരണം ഇന്ത്യ മാത്രമാണ്. ആ കൂട്ടത്തിൽ അപവാദമായിട്ട് തുടരുന്നത് അറേബ്യൻ കൺട്രീസാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതിവിദൂരമല്ലാത്തൊരു ഭൂതകാലഘട്ടത്തിൽ ഇന്ത്യയുമായിട്ട് അവർ വലിയ രൂപത്തിലുള്ള സഹവർത്തിത്വം പുലർത്തിയവരാണ്. ഇന്ത്യൻ കറൻസി പോലും ഉപയോഗിച്ചവരാണ്. അതവർ മറന്നിട്ടില്ല, അതവരുടെ മാന്യത. ഒമാനിലൊക്കെ കിംജി രാമദാസിനെ പോലുള്ള ആളുകൾ, അവരാണ് പുതിയ ലോകവുമായിട്ട് ഒമാനികളെ ബന്ധപ്പെടുത്തിയത്. ഇപ്പോഴുള്ള ബഹുമാനപ്പെട്ട സുൽത്താന്റെ മുൻപുണ്ടായിരുന്ന ഹിസ് മെജസ്റ്റി സുൽത്താൻ കാബൂസിന്റെ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, പിന്നെ കിംജി രാംദാസും ഫാമിലി അവിടുത്തെ പൗരന്മാരായിട്ട് മാറിയ ചരിത്രമുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ചെന്ന സമയത്ത് അവർക്ക് കിട്ടിയ സ്വീകരണം വെറും ഒരു രാഷ്ട്രത്തിൽ അവന് കിട്ടിയ സ്വീകരണമായിരുന്നില്ല. അവരുടെ രാജ്യത്തിന് ഇന്നത്തെ അന്തസ്സും ആഭിജാത്യവും അത് നൽകിയ മറ്റൊരു രാഷ്ട്രത്തിൻ്റെ, അതിന് അടിസ്ഥാനമിട്ട് മറ്റൊരു രാഷ്ട്രത്തിൻ്റെ ഒരു കാരണം വരെയാണ് സ്വീകരിച്ചത് അവർ. ആയതുകൊണ്ട് തന്നെ പാരമ്പര്യത്തിൻ്റെ ബന്ധമുള്ളത് കൊണ്ട് ഒരിക്കൽ പോലും ഇന്ത്യയിൽ വരുന്നവരെ രണ്ടാം തരം പൗരന്മാരായിട്ടോ മാറ്റി നിർത്തപ്പെടേണ്ടുന്നവരായിട്ടോ അറേബ്യൻ കൺട്രീസുകൾ കരുതുന്നില്ല. ആ അവസ്ഥയല്ല ഇന്നിപ്പോൾ യൂറോപ്യൻ സമുദായത്തിനുള്ളത്. എൻ്റെ മോനങ്ങ് അമേരിക്കയിലാ, US എന്ന് പറഞ്ഞ് അർമാദിക്കാൻ കഴിയുന്ന കാലഘട്ടം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണെന്നർത്ഥം. കാനഡയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിൻ്റെ വിവിധ ദേശങ്ങളിലും അമേരിക്കയിലുമുള്ള ഇന്ത്യക്കാർ, എന്തിനേറെ ഓസ്ട്രേലിയയിലുള്ള ഇന്ത്യക്കാർ, എല്ലാവരും ഏത് സമയത്തും പ്രതീക്ഷിക്കണം ഒരാക്രമണം. അതാണ് അവസ്ഥ. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ഫർലോങ് ദൂരത്തിൽ ഒരു കടയുണ്ട്. വലിയ കടയല്ല, ചെറിയ കടയാണ്. ഞാനിവിടെ കയറി ചെന്ന സമയത്ത് അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. എൻ്റെ ഇംഗ്ലീഷ് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ മലയാളിയാണെന്ന്. അവർ മലയാളത്തിൽ സംസാരിക്കുന്നു, തമിഴിൽ സംസാരിക്കുന്നു. നല്ല രണ്ട് ചെറുപ്പക്കാർ പറഞ്ഞു വന്ന സമയത്ത് അവർ രണ്ടുപേരും ഉന്നത വിദ്യാഭ്യാസം കരഗതമാക്കിയിട്ട് അവർ അമേരിക്കയിലായിരുന്നു. 3 വർഷം അമേരിക്കയിലായിരുന്നു. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ അമേരിക്കയിൽ ജോലി ചെയ്തിട്ടുണ്ട്, പൈസ സമ്പാദിച്ചിട്ടുണ്ട്, പക്ഷേ എത്രയാണെങ്കിലും അവിടെ രണ്ടാം തരം പൗരന്മാരായിട്ട് നിൽക്കാൻ കഴിയുള്ളൂ. ഇന്ത്യയിലെ പിച്ചക്കാർ പോലും ഒന്നാം തരം പൗരന്മാരാണ്. ആയതുകൊണ്ട് തന്നെ ആ ഒരു മാനസിക അധപ്പതനം, അതിൽ നിന്നുള്ളൊരു മോചനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ വിട്ടത്. ഇവിടെ വന്ന് ഞങ്ങൾ ഒരു ചെറിയ കട ആരംഭിച്ചത്. അതിപ്പോൾ ഒരു വലിയൊരു കടയായിട്ടുണ്ട്. അതും ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്. ആയതുകൊണ്ട് തന്നെ പഠിപ്പെല്ലാം കഴിഞ്ഞ്, പ്രൊഫഷണൽ വിദ്യാഭ്യാസം കഴിഞ്ഞ്, എന്നിട്ട് വേണം എൻ്റെ മോനെ ഒന്ന് കാനഡയിലേക്ക് പറഞ്ഞയക്കാൻ, അമേരിക്കയിലേക്ക് പറഞ്ഞയക്കാൻ എന്നുള്ള ആ ഒരു പ്രത്യാശാനിരതമായിട്ടുള്ള മനസ്സുണ്ടല്ലോ, ഇനി അത് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത്. എനിക്കത്രയേ പറയാൻ കഴിയുള്ളൂ. കാരണം നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ്. കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത്, അവിടെ പോയിട്ട് ഇത്തരം അനുഭവങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകളെ കണ്ട് സംസാരിച്ചിട്ട് മാത്രം മതിയാകും നിങ്ങളുടെ മക്കളെ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പറഞ്ഞു വിടാൻ. അതല്ലെങ്കിൽ നിങ്ങൾ പരിതപിക്കേണ്ടി വരും, പശ്ചാത്തപിക്കേണ്ടി വരും. ഞങ്ങളുടെ മക്കളെ ഞങ്ങളായിട്ട് നരകവാതിൽ തുറന്ന് അവിടേക്ക് തള്ളിവിട്ടു
എന്ന മനസ്താപം പേറി ജീവിക്കേണ്ടി വരും നിങ്ങൾക്ക്. ഏതായാലും ഈ ഒരു ഫാമിലി, പത്തനംതിട്ടയിലും കൊല്ലത്തിലുള്ള ഈ ഫാമിലി രക്ഷപ്പെട്ടത് മരണവക്ത്രത്തിൽ നിന്നാണ്. നമസ്കാരം.